ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് നമ്മുടെ പാക്ക് എന്ന് വെച്ചതിന് ശേഷം ആട്ടോ കഴുകി കളഞ്ഞത്. നല്ല മാറ്റം മുഖത്ത് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി സ്ക്രബിൻ്റെയും ഫേസ് പാക്കിൻ്റെയും വീഡിയോ ആയിട്ടാണ്. അത് നമ്മൾ ആഴ്ചയിൽ 3 തവണയെങ്കിലും നമ്മൾ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൂക്കിലുള്ള ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇല്ലേ അതൊക്കെ മാറി മുഖം നല്ല ഗ്ലോ ആവാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് അടിപൊളി സ്ക്രബ് ചെയ്യാം, ഈസിയാണ്. പിന്നെ ഒരു ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ അത് നല്ല സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനും അത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ സ്ക്രബ് ഏതാണെന്ന്, ഫേസ് പാക്ക് ഏതാണെന്നൊക്കെ നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ഒക്കെ ചെയ്തിട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് എന്താ വെച്ചാൽ ഫേസ് വാഷോ കടലമാവോ ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ കഴുകുക കേട്ടോ. അതിന് ശേഷം തിളപ്പിക്കാത്ത പാലുണ്ടല്ലോ, പാലൊരു പാത്രത്തിലെടുക്കുക. എന്നിട്ട് പഞ്ഞി കോട്ടൺ അത് ഇങ്ങനെ മുക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ മുഖത്തൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. 1-2 മിനിറ്റ് നല്ല വൃത്തി തേച്ച് കൊടുത്തിട്ട് ഇച്ചിരി ഡ്രൈ ആവുമല്ലോ, അന്നേരം നമുക്ക് തുടച്ച് മാറ്റിയാൽ മതി. കഴുകി കളയേണ്ട, നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് മാറ്റാം. അപ്പം ഞാനത് ചെയ്യുന്നില്ല, നിങ്ങളത് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. മുഖം നല്ല ബ്രൈറ്റ് ആവാനൊക്കെ അടിപൊളിയാണ്. നിങ്ങളത് ചെയ്തോളൂ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും നേരിട്ട് സ്ക്രബായിട്ട് ചെയ്യുന്നത്. മുഖം നല്ല വൃത്തി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന സാധനമാണ് തക്കാളി. അരമുറി തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് പഞ്ചസാര എടുക്കാം. ഒരു പാത്രത്തിൽ ഞാൻ പഞ്ചസാര എടുത്തുകൊണ്ട് വന്നതാണേ. കുറച്ച് എടുത്തോളൂ കേട്ടോ. നമുക്കറിയാമല്ലോ എത്ര വേണമെന്ന് നമുക്കൊരു കണക്കറിയാമല്ലോ, കുറച്ച് മതി. പഞ്ചസാരയും തക്കാളിയുടെ നീരും ഇനി നമുക്കിതിലോട്ട് തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേൻ വേണേ, കുറച്ച് തേൻ എടുത്ത് കൊടുക്കാം. കുറച്ച് ഇത് മതി. തേന്, പഞ്ചസാര, തക്കാളി. ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഈ സ്ക്രബ് ചെയ്തതിന് മുന്നേ ചെറിയൊരു നനവ് വേണം നമ്മുടെ മുഖത്തെ. ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് സ്ക്രബ് ചെയ്യരുത്. ഇപ്പോൾ മുഖം നേരത്തെ കഴുകി വന്നാലും ജസ്റ്റ് മുഖമൊന്ന് നനച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ടിങ്ങനെ തുണിയോടൊന്ന് ഒപ്പിയെടുത്താൽ മതി. ഒരു നനവ് നമ്മുടെ മുഖത്ത് വേണം. ഇതിന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്ക്രബ് നമുക്ക് ആഴ്ചയിലൊരു 3 തവണയൊക്കെ ചെയ്യുവാണെങ്കിലല്ലോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവും. ഓയിൽ സ്കിന്നുകാർക്കൊക്കെ നല്ലതാണ് കേട്ടോ. എൻ്റെ ഓയിൽ സ്കിന്നാണ്. ഓയിൽ സ്കിന്നുകാർക്കൊക്കെ നല്ലതാണ്. ഡ്രൈ സ്കിന്നുകാർക്കൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ തേൻ ചേർക്കുന്നുണ്ട്. ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു കുഴപ്പമില്ല. പാടൊക്കെ മാറാനും ഈ ടാനൊക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിലത്തൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളിതുപോലെ സ്ക്രബ് പോലെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. പക്ഷെ നമുക്ക് എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യാൻ പറ്റില്ല. ആഴ്ചയിൽ 3 തവണ ചെയ്യാനേ പറ്റുള്ളൂ. ഏറ്റവും പ്രശ്നം വെച്ചാലും എൻ്റെ ഈ മൂക്കിൻ്റെ സൈഡിലേ ഇവിടെ ഇപ്പം ഇല്ല, മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ സ്ക്രബും പാക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ലവണ്ണം കുറവുണ്ട്. എൻ്റെ മൂക്കിൻ്റെ സൈഡിലൊക്കെ കുഞ്ഞു കറുത്ത കുത്തുകളുണ്ട്. അതാണ് ബ്ലാക്ക് ഹെഡ്സ്. അതാണ് എനിക്ക് വരാറ്. പിന്നെ ഇവിടെയും വരാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്ക് കഴുത്തും കൂടെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. മുഖം ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് കഴുത്തും കൂടെ അങ്ങ് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ സ്ക്രബ് ചെയ്ത ഉടനെ തന്നെ നമ്മളത് കഴുകി കളയരുത് കേട്ടോ. ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യണം. എന്നിട്ട് അന്നേരം തന്നെ കഴുകി കളയരുത്. 2-3 മിനിറ്റ് നമ്മൾ സ്കിന്നിലോട്ട് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം മാത്രം കഴുകി കളഞ്ഞാൽ മതി. അപ്പം ഞാനിപ്പം ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കളയുന്നില്ല. വെള്ളത്തിൽ തുണി മുക്കി പിഴിഞ്ഞിട്ട് തുടച്ച് കളയാട്ടോ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കഴിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖം ഒന്നുകൂടി ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നല്ലോണം സ്ക്രബ് ചെയ്യട്ടെ. 2-3 മിനിറ്റ് സ്കിന്നിലൂടെ അങ്ങനെ അബ്സോർബ് ചെയ്ത് വെച്ചതിന് ശേഷം കഴുകി കളഞ്ഞതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ചുണ്ടിനൊക്കെ ഉണ്ടോ, ചുണ്ടൊരു പിങ്കിഷ് കളറായതുണ്ടോ. നല്ലൊരു സ്ക്രബും കൂടിയാണ്. ഇത് മുഖത്ത് മാത്രമല്ല നമ്മുടെ ചുണ്ടത്തും നല്ലതാണ്. ചുണ്ട് സോഫ്റ്റ് ആവാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം കഴുകി കളഞ്ഞിട്ട് കാണാം.
ഞാനിതാ മുഖം നല്ല വൃത്തിയിൽ തുടച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ആ 2 മിനിറ്റ് നമ്മൾ സ്കിന്നിൽ അങ്ങനെ വെക്കുകയും ചെയ്തതിന് ശേഷം തുടച്ച് മാറ്റി. ഇനി നമുക്ക് അടിപൊളി ഒരു പാക്ക് ഉണ്ടാക്കാവേ. പാക്കിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനമാണ് ഇതാ ഗോതമ്പ് പൊടി കേട്ടോ. കുറച്ച് എടുത്തിട്ടുള്ളൂ. ഒരു വലിയ സ്പൂൺ അളവിനുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനമാണ് നമ്മൾ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ പറ്റിയ അടിപൊളി സാധനമാണ്. എന്താണെന്നല്ലേ എടുക്കുകയാണേ. അതാണ് നമ്മുടെ എന്താ പാൽപ്പൊടി. മറന്നു കിട്ടുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ. പാൽപ്പൊടി, ഗോതമ്പ് പൊടി. അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു അളവ് കണ്ടില്ലേ, ഇതാ ഈ ഒരു സ്പൂണ്, ഒരു വലിയ സ്പൂൺ അളവിലാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാണ്. ഇപ്പോൾ സൂപ്പറാണ് കേട്ടോ ഈ പാൽപ്പൊടി. അപ്പോൾ നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ഒന്ന് മിക്സ് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ട തൈര്. അതുകൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കണേ. ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുത്തോണ്ടല്ലോ നമ്മുടെ പാക്ക് വെള്ളം പോലെ. അപ്പം പിന്നെ നമുക്ക് ഒന്നും കൂടെ പിന്നെ എന്താ പറയുക, പാൽപ്പൊടി ചേർക്കണം, ഗോതമ്പ് പൊടി ചേർക്കണം, ഒക്കെ ചേർക്കണ്ടേ. അതുകൊണ്ട് കുറേശ്ശെ നോക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കട്ടയാവാൻ സാധ്യതയുണ്ട് ഈ പാൽപ്പൊടി ആയതുകൊണ്ട്. നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഈ പാക്ക് ഒന്ന് തയ്യാറാക്കാൻ കേട്ടോ. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തൈര് അലർജി അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് റോസ് വാട്ടർ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്ന് നല്ല നിറം വയ്ക്കുവേ. അപ്പം തൈരാണ് നല്ലത്. അപ്പോൾ തൈര് അലർജി ഉള്ളവർ റോസ് വാട്ടർ എടുത്താലും മതി. അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് മുഖത്തും കഴുത്തിലൊക്കെ നമുക്ക് ഈ പാക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ലൊരു സോഫ്റ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു പാക്കും കൂടി ഇടുമ്പോഴത്തേക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഒരുപാട് ഫേഷ്യലൊക്കെ ചെയ്യാൻ മടിയുടെ ആൾക്കാരുണ്ടല്ലോ. ഫേഷ്യൽ നമ്മൾ മസാജിങ്, ക്ലൻസിങ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മടിയുള്ളവർ ഈ ഒരു സ്ക്രബും ഈ ഒരു പാക്കും മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ കട്ട പിടിക്കുമെന്ന് പറയുന്നില്ലായിരുന്നോ. അപ്പോൾ കട്ടയില്ലാണ്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചൊടിച്ച് നോക്കണം കേട്ടോ. സ്പൂണോട് എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മുടെ പാക്ക് അങ്ങ് തയ്യാറാക്കുന്നതായിരിക്കും ഇച്ചിരി കൂടുതൽ നല്ലത്. സ്പൂൺ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ കട്ടയുള്ള നമുക്ക് അറിയാൻ പറ്റില്ല. മുഖത്ത് തേക്കുമ്പോഴായിരിക്കും ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പം ശരിക്കും മിക്സിങ് അത്ര ശരിയാവില്ല. ഇതാ ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അതാണ് ഇച്ചിരി കൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ ഇതാ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ രീതി കിട്ടണം കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ വെച്ചാലും മറിഞ്ഞു പോകരുത്. ഇതുപോലെ ആയി കിട്ടണേ. ഒരുപാട് ലൂസായാലും നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ച് പിടിപ്പിക്കാൻ ഇച്ചിരി പാടാണല്ലോ. അപ്പോൾ 2 മിനിറ്റ് കഴിയട്ടെ. എന്നിട്ട് നമുക്ക് മുഖത്ത് നല്ല വൃത്തി അങ്ങ് തേച്ച് കൊടുക്കാം. ഈ ഒരു പാൽപ്പൊടിയും തൈരും ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ആവട്ടെ. അപ്പോൾ ഇതുപോലെ ഇരിക്കും. 2 മിനിറ്റ് നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യണേ. മസാജ് ചെയ്തിട്ട് വേണം നമ്മുടെ മുഖത്തൊന്ന് തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഒരു തൈരിൻ്റെ മണവും പാൽപ്പൊടിയുടെ മണമായിട്ട് എടുത്തറിയാൻ പറ്റുന്നത്. ഗോതമ്പിൻ്റെ മണമൊന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ നല്ല കാക്ക ശല്യമാണ് കേട്ടോ. നമ്മുടെ ഇടുക്കിയിൽ അങ്ങനെ കാക്കയുടെ ശല്യമൊന്നും ഇത്ര ഇതില്ല. പിന്നെ എവിടെ നോക്കിയാലും കാക്കകൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കഴുത്തിലും കൂടെ ഒന്ന് തേച്ചെടുക്കാവേ. മുഖത്ത് നല്ല കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കണേ. അപ്പോൾ ഞാനിതാ കഴുത്തിലും മുഖത്തും ഒക്കെ ആയിട്ട് അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കൊരു 20 മിനിറ്റ് നമ്മുടെ മുഖത്ത് അങ്ങ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കഴുകി കളയാം. ബാക്കി ഉണ്ടെങ്കിൽ നമ്മുടെ കൈകളിലൊക്കെ തേച്ച് കൊടുക്കണം, നല്ലതാണ്. പക്ഷെ ഞാൻ എൻ്റെ പാത്രത്തിൽ ബാക്കിയൊന്നും ഇല്ലാട്ടോ, ഇങ്ങനെ മുഖത്തും കഴുത്തിലുള്ളതായിട്ട് അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഇല്ല, നല്ല കട്ടിൽ തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ ചുമ്മാ തേച്ച് പിടിപ്പിച്ചാൽ പോരാ, ഇതൊരു മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങനെ തേച്ച് അങ്ങ് പിടിപ്പിക്കുകയാണെങ്കിലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം. ഇതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് നമ്മുടെ പാക്ക് എന്ന് വെച്ചതിന് ശേഷമാട്ടോ കഴുകി കളഞ്ഞത്. നല്ല മാറ്റം മുഖത്ത് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഫേസ് പാക്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സ്ക്രബ് ചെയ്തിട്ട് ഫേസ് പാക്ക് ഇടുമ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക. അത് തന്നെ സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തതിന് മുന്നേ ഞാൻ മറ്റേ ക്ലെൻസിങ് ചെയ്യണം, നല്ലതായിരിക്കും. ഞാൻ ക്ലെൻസിങ് ചെയ്തില്ലായിരുന്നു, നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നില്ലേ ക്ലെൻസ് ചെയ്ത് എങ്ങനെയാണെന്ന്. തിളപ്പിക്കാത്ത പാലെടുക്കുക, അതിലോട്ട് നമ്മുടെ പഞ്ഞിയിൽ കോട്ടൺ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മുഖം നല്ലവണ്ണം ക്ലീൻ ചെയ്യുക. ഒരു 2-3 മിനിറ്റ് നമ്മൾ ഫേസ് വാഷ് വെച്ചതിന് ശേഷം കഴുകുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതിന് ശേഷം സ്ക്രബ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പാക്ക് ഇടുകയാണെങ്കിൽ നല്ല കിടില റിസൾട്ട് തന്നെ കിട്ടും. മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോലെ. വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.